ഒരുപാട് പ്രേക്ഷകർ വേദനയോടെയും അമർഷത്തോടെയും സങ്കടത്തോടെയും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. രക്ഷിക്കാൻ കഴിഞ്ഞില്ല, കുറച്ചുകൂടെ നേരത്തെ ചിന്തിക്കാമായിരുന്നു. ഒക്കെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കതൊക്കെ പറയാം. പക്ഷേ അതുല്യ ഈ കാര്യത്തിൽ കുഞ്ഞിനെ ഓർത്ത് ഇതൊക്കെ സഹിച്ചിരുന്നു. വീട്ടുകാർ പലതവണ രക്ഷിക്കാൻ നോക്കിയതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. കടന്നു വന്ന 11 വർഷത്തിൻ്റെ ഒരു ചെറിയ വിവരം മാത്രമാണ് പിതാവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ. ദൃശ്യങ്ങളോട് ചേർത്ത് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്കണം. ജന്മദിനത്തിലാണ്, 10 വയസ്സുള്ള കുട്ടി നാട്ടിലാണ്, അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങൾ നിരന്തരം പറയുന്നതാണ്. ഇനി ഒരു രക്ഷയുമില്ല എന്ന് കരുതിയായിരിക്കാം ഒരു പക്ഷേ ഈ സംഭവത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ. പക്ഷേ പോലും ദുരൂഹതയുണ്ട്. അതിൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ദുരൂഹത 3 ദിവസത്തേന് കാണും ദുരൂഹത. 4ാമത്തെ ദിവസം ദുരൂഹതയുമില്ല, ഒന്നുമില്ല. പുതിയ വാർത്ത വരുമ്പോൾ അതിൻ്റെ പുറകെ പൊക്കോളൂ. ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഞാൻ എന്നും ആലോചിക്കും, ഇതിനെതിരെ പ്രതികരിക്കണോ, സംസാരിക്കണോ? കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പ്രതികരിച്ചിട്ടോ ശബ്ദമുയർത്തിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. നിയമം മാറാൻ പോകുന്നില്ല. ആൾക്കാർ മാറുമോ? ഒരിക്കലും മാറത്തില്ല. ചില പുരുഷന്മാർ ഒട്ടുമേ മാറത്തില്ല. അവരുടെ വിചാരം അവരാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ്. അവരുടെ വിചാരം അവരുടെ ഭാര്യമാർ അവരുടെ അടിമകളാണെന്നാണ്. അവർക്ക് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള അടിമകളാണ് ഭാര്യമാർ എന്ന് കരുതി ജീവിച്ചിരിക്കുന്ന ചില ഭ്രാന്തന്മാരായിട്ടുള്ള പുരുഷന്മാർ. എത്രയെത്ര സ്ത്രീകളുടെ ജീവിതമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ആര് കാരണം? ചില നീചന്മാരായിട്ടുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള വൃത്തികെട്ട ഭർത്താക്കന്മാർ കാരണം. എന്നാൽ ഇവിടെ നിയമം മാറുന്നുണ്ടോ? ഇല്ല. നീതി കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? ആർക്കും നീതി കിട്ടുന്നില്ല. 2 ദിവസം മുമ്പ് വിഭജിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വാർത്ത നമ്മൾ കേട്ടതാണ്. കുഞ്ഞുമായിട്ടാണ് പോയത്. ഇവിടെ അതുല്യ, ഷാർജയിൽ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതുല്യക്ക് 30 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒരു പെൺകുട്ടിയുണ്ട്. അതിനെ ഇട്ടിട്ട് പോയി. ഇനിയും സ്വയം പോയതാണോ അല്ലെങ്കിൽ ആ നീചനായിട്ടുള്ള ഭർത്താവ് പറഞ്ഞയച്ചതാണോ ഒന്നും അറിയത്തില്ല. അതാണ് പറയുന്നത് ദുരൂഹത. ദുരൂഹത കുറച്ച് നാളത്തേനേ ഉള്ളൂ. ഇപ്പൊ മാതാപിതാക്കൾ വന്നിരുന്ന് കരയുന്നുണ്ട്. അയ്യോ എൻ്റെ മകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണേ, അയ്യോ എൻ്റെ മകൾ അങ്ങനെ ചെയ്യുന്നില്ലേ. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവസാനം വൈകിപ്പോയതിനു ശേഷം വന്നിരുന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അതിലേക്ക് 30 വയസ്സേ ഉള്ളൂ. 12 വർഷമായിട്ടുള്ള വിവാഹ ജീവിതമാണ്. ഈ 12 വർഷത്തിനിടയിൽ അതുല്യ അനുഭവിക്കാൻ വേറെ ഒന്നുമില്ല. ഭർത്താവ് തന്നെക്കാട്ടിൽ ഒരുപാട് പ്രായത്തിന് മൂത്തതാണ്. അതുല്യയുടെ കല്യാണം കഴിഞ്ഞത് 18ാമത്തെ വയസ്സിലാണ്. 17ാമത്തെ വയസ്സിൽ കല്യാണം ഉറപ്പിച്ച് 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് അയച്ചു. നല്ല മാതാപിതാക്കള്. മകളുടെ ഭാവിയെക്കുറിച്ച് പോലും ആലോചിച്ചില്ല. ജോത്സ്യൻ പറഞ്ഞു കാണും, ജാതകത്തിൽ അങ്ങനെ കാണും. 18 വയസ്സിലെ കല്യാണം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ 25, 26 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം. 26 വയസ്സ് കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ അങ്ങ് മൂത്ത് നരച്ച് അമ്മൂമ്മമാരായി പോകുമല്ലോ. നമ്മുടെ നാട്ടിലെ പ്രായമാണ്. 23 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ബന്ധുക്കൾക്ക് ഹാലിളകാൻ. വീട്ടുകാരെക്കാട്ടിൽ കൂടുതൽ പ്രശ്നം നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമാണ്. എന്നിട്ട് കുറെ കൺസേണുമായിട്ട് വരും. അയ്യോ മോളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നില്ലേ, പ്രായം ഒത്തിരി ആവുകയാണ് കേട്ടോ, ഇനിയും കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം പോകും, കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മുമ്മമാരാകും, മൂക്കി പല്ല് കളിക്കുമെന്ന് വരെ പറഞ്ഞുണ്ടാക്കും. അത് കേൾക്കുമ്പോൾ പിന്നെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവുമോ? ഇല്ല. വീട്ടുകാർ അപ്പം തന്നെ അങ്ങ് കെട്ടിച്ചു വിടും. അതുല്യയുടെ കാര്യം 17ാമത്തെ വയസ്സിലാണ് കല്യാണം ആലോചിച്ചത്. എന്നിട്ട് അവളെക്കാട്ടിൽ നല്ല പ്രായവ്യത്യാസമുള്ള ഒരുത്തനുമായിട്ട് കെട്ടിച്ചങ്ങ് വിട്ടു. അവനാണെന്നുണ്ടെങ്കിലോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. കാരണം ഭാര്യയ്ക്ക് തന്നെക്കാട്ടിൽ പ്രായം കുറവാണ്, ഭാര്യയ്ക്ക് തന്നെക്കാട്ടിൽ സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് ഭാര്യയെ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലോ എന്നാലോചിച്ച് അതുല്യയെ ഒരു കൂട്ടിലിട്ടങ്ങ് വളർത്തുകയാണ്. അതുല്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവാണെല്ലാം. കാരണം ആദ്യമായിട്ട് ജീവിതത്തിലേക്ക് വരുന്ന പുരുഷനാണ്. എല്ലാ സാമീപ്യവും ഈ പുരുഷനിൽ നിന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ ദൈവത്തെ പോലെ കരുതി അതുല്യ അയാളുടെ കൂടെ ജീവിച്ചു. എല്ലാ ഉപദ്രവവും സഹിച്ചു. അതിനിടയ്ക്ക് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചു. ഉപദ്രവിച്ച് കഴിയുമ്പോൾ ഭർത്താവ് തിരിച്ചു വന്ന് സോറി പറയുമ്പോഴേക്കും അതുല്യ വിചാരിക്കും, അയ്യോ ഭർത്താവ് ഇനി നേരെയാകും. അങ്ങനെ എത്ര വർഷങ്ങളാണ് തള്ളി നീക്കിയത്. അവസാനം എന്തുണ്ടായി? ഭർത്താവ് നേരെയായോ? ഇല്ല. അവൻ ഓരോ ദിവസവും കഴിയും തോറും ഭ്രാന്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തേക്കാം. കണ്ടില്ലേ? ഇവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ഭ്രാന്തനാണെന്ന്. അവന്റെ ആ ഒരു റിയാക്ഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഷമ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഫഹദ് ഫാസിലിന്റെ. ആ ക്യാരക്ടറിൽ ഫഹദ് ഫാസിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഇവൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ഭ്രാന്തനായി മാറിക്കഴിഞ്ഞു. അതുല്യയുടെ ഒരു കൂട്ടുകാരി പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. എപ്പോഴാണ് വിവാഹം കഴിഞ്ഞത്? അവളുടെ 17ാമത്തെ വയസ്സിലാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത്. പിന്നെ ഒരു വർഷത്തോളം 18 വയസ്സിൽ ഏകദേശം കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും വർഷങ്ങളോളമായി അതുല്യ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നോ?
ആ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും, ശാരീരികമായിട്ട് ഇതുപോലെ തന്നെയാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പിന്നെ പൊരുത്തപ്പെട്ട് വീണ്ടും പുള്ളി മാപ്പൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അയാളോട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അല്ലെങ്കിൽ ഇത് വീട്ടുകാർ പരാതിയായി ഉന്നയിക്കുകയും പോലീസിൽ പരാതി പോവുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ മുമ്പ്? ചെയ്തിട്ടുണ്ട്. അവരുടെ വീട്ടുകാർ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം, നീ ഇവിടെ വന്ന് നിൽക്കുന്ന തന്നെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇയാൾ വന്നിട്ട് വീണ്ടും അവളോട് എനിക്കൊന്നും ഓർമ്മയില്ല, പറ്റിപ്പോയി, മാപ്പെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി വീണ്ടും ആളുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഷാർജയിലേക്ക് പോയത് എപ്പോഴാണ്? ഇപ്പൊ 3 മാസം മുമ്പ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി വിസ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ വന്നിട്ട് അയാൾ വന്നിട്ടില്ലായിരുന്നു, അവൾ ഒറ്റയ്ക്കാണ് വന്നിട്ട് പോയത്. ഇപ്പൊ 3 മാസമായി പോയിട്ട്. ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ അവർ ഷാർജയിൽ തന്നെ ആയിരുന്നോ? അല്ല, ഫസ്റ്റ് ഒരു വിസിറ്റിംഗിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ തിരിച്ചു വന്നു, പിന്നെ ആദ്യമേ പോയി. ഇപ്പം പിന്നെ ഫാമിലി വിസ ആക്കാനും കുഞ്ഞിന്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ടുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു 3 മാസം മുമ്പ്. മകൾ ഇവർക്കൊപ്പമില്ല, നാട്ടിലാണോ ഉള്ളത്? നാട്ടിലാ ഉള്ളത്. കുഞ്ഞിവിടെ പഠിക്കുവാണ്. കുഞ്ഞ് ഇവരുടെ കൂടെ നിൽക്കില്ല. ഇയാളുടെ കാണിപ്പ് കാരണമായിരിക്കും കുഞ്ഞിന് ഇവരുടെ കൂടെ നിൽക്കാൻ വലിയ താല്പര്യമില്ല. അച്ഛനെന്ന് വെച്ചാൽ പേടി പോലാണ് കുഞ്ഞിന്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് നമുക്ക് ആ ചെറിയ ദൃശ്യങ്ങളുടെ ഭാഗമാണെങ്കിൽ പോലും അതിൽ തോന്നുന്നത്. മദ്യപാനം അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? മദ്യപിക്കാറുണ്ട് സ്ഥിരം. പുള്ളിക്ക് മദ്യമില്ലാതെ പറ്റത്തില്ല, ഡെയിലി കള്ള് കുടിക്കാറുണ്ട്. സഹിക്ക്, ക്ഷമിക്ക്, എല്ലാം ശരിയാവും, കുറച്ചും കൂടി കഴിയുമ്പോൾ അവൻ മാറും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക്, ഇങ്ങനെയാണ് കുടുംബജീവിതം. ഇതൊക്കെ ആണ് സ്ത്രീകളോട് സമൂഹം പറയുന്ന ഡയലോഗ്. സമൂഹം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബന്ധുക്കളും കൂട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരും പേരൻസും ഒക്കെ സ്ത്രീകളോട് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗാണ്. സഹിക്ക്, ക്ഷമിക്ക്. ഏതുവരെ ക്ഷമിക്കും? അവസാനം സഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ ജീവിതം ഇല്ലാതെയാകും. ഇനി സതീഷ് എന്ന് പറയുന്ന ഭ്രാന്തനാണോ ഇല്ലാതാക്കിയതെന്ന് നമുക്കറിയത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കുറെ കേസ് അങ്ങ് എടുക്കും, കുറച്ച് നാൾ അന്വേഷണം മുന്നോട്ട് പോകും, അത് കഴിയുമ്പോൾ ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യും. ഈ സതീഷ് എന്ന് പറയുന്ന ഭ്രാന്തൻ വേണമെന്നുണ്ടെങ്കിൽ നാളെ വേറൊരു പെങ്കൊച്ചിനെ കെട്ടും, അതിന്റെ ജീവിതവും കോഞ്ഞാട്ടയാകും. ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ വളർന്നു വരുന്ന ആ പെങ്കൊച്ചിന് പോയി, അല്ലേ? വേറെ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടോ? മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്ക് വിഷമം കാണും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ ഓവർകം ചെയ്യും. ജീവിതം തീർന്നതിന് ശേഷം എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഒളിച്ചോടിപ്പോയ ഒരു പെങ്കൊച്ചിന്റെ കാര്യം. കിരൺ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനൊപ്പം ഒരു പെങ്കൊച്ച് ഒളിച്ചോടിപ്പോയി. ഒരു മുസ്ലിം യുവതിയാണ്, വീട്ടുകാരെയൊക്കെ എതിർത്ത് ഒളിച്ചോടി പോയതാണ്. പക്ഷെ അവസാനം 4 മാസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടി വരുന്നു, കാരണം ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു. അപ്പോൾ ഏത് സാഹചര്യമാണെങ്കിലും, ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കേ നഷ്ടപ്പെടാനുള്ളൂ. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഒരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും സഹിച്ച് ക്ഷമിച്ച് നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാമോ അത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. കാരണം ഈ ഭ്രാന്തന്മാരൊന്നും ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണ് ക്ഷമിക്കെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് കൂടും. അപ്പം നമ്മൾ വിചാരിക്കും നാളെ മാറും, മറ്റന്നാൾ മാറും, 2 മാസം കഴിയുമ്പോൾ മാറും, 1 വർഷം കഴിയുമ്പോൾ മാറും. മാറാൻ പോകുന്നില്ല, മാറത്തില്ല. കാരണം അവരുടെ മാനസികാവസ്ഥ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മളെ ഉപദ്രവിച്ച് അതിൽ അവരെ സുഖം കണ്ടെത്തി കഴിഞ്ഞു. അതൊരു വല്ലാത്തൊരു മൈൻഡ് സെറ്റാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റൽ ഡിസീസാണ്. അങ്ങനത്തെ ഒരു ഭ്രാന്തന്റെ കൂടെ നമ്മൾ ജീവിച്ച് എന്തിനാണ് നമ്മളുടെ ജീവിതം കളയുന്നത്? ഒരിക്കലും അങ്ങനെ കളയാതെ ഇരിക്കുക. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാമോ അത്രയും പെട്ടെന്ന് അവൻ്റെയൊക്കെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. ഇവനൊക്കെ മാറുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ജീവിക്കരുത്. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതങ്ങനെയാണ്, അവരുടെ സൈക്കോളജി അതാണ്. ചില പുരുഷന്മാരുടെ സൈക്കോളജി അതാണ്. അവരുടെ വിചാരം അവരാണ് എല്ലാം. അവരുടെ വിചാരം ഭാര്യ എന്ന് പറയുന്നത് അടിമയാണ്. ഭാര്യയെ എന്തും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ദ്രോഹിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം, ഒരു കുഴപ്പവും ഇല്ല എന്ന് അവരുടെ മൈൻഡിൽ അവർ തന്നെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അവരുടെ മൈൻഡിലുള്ള ആ ഒരു കാര്യം അവരൊരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഒരിക്കലും മാറത്തില്ല. സംശയരോഗിയാണോ? ഒരിക്കലും മാറത്തില്ല. മാനസിക രോഗിയാണോ? ഒരിക്കലും മാറത്തില്ല. ഏറ്റവും അവസാനമായി അതുല്യ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് എന്താണ്? ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ മെനഞ്ഞാന്നാണ് അറിയില്ല, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ എനിക്ക് തിരിച്ച് റിപ്ലൈ നോക്കിയിട്ട് നമുക്ക് നാളെ സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല അവളെ. എന്തായിരുന്നു അവസാനമായി അയച്ച മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ മർദ്ദനത്തെ കുറിച്ചാണോ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടടി, എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത് അവള്. ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, നാളെ ഞാൻ വിളിക്കുന്നുണ്ട്, നീ ഹാപ്പി ആയിട്ടിരിക്കും, എപ്പോഴും മനസ്സിൽ കുഞ്ഞിനെ പറ്റിയിട്ട് മാത്രമേ ചിന്തിക്കാവൂ എന്ന് ഞാൻ ഒരുപാട് അവളോട് പറഞ്ഞതാ. അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല.
അതായത് അതുല്യ നല്ല മനഃശക്തിയുള്ള ആളാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവള് ചെയ്യാനാണെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൾ അന്നൊക്കെ ചെയ്യുന്നത് അവള് ചെയ്യില്ല ഒരിക്കലും ഇത്. ഞാൻ അങ്ങോട്ട് അവളെ ഉപദേശിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്, എന്റെ മോൾക്ക് ആരില്ലാണ്ടായിപ്പോയി, ഞാൻ ഒരിക്കലും ചെയ്യും. ഒറ്റ കാര്യം ഞാൻ പറയാം, ജീവിതം അവസാനിപ്പിക്കാൻ എടുക്കുന്നതിൻ്റെ പകുതി ധൈര്യം മതി ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. സ്വന്തം ദാമ്പത്യ ജീവിതം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ പകുതി ധൈര്യം മതി. നമ്മൾ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ അറിയാതൊരു ധൈര്യം വരും. ആ ധൈര്യത്തിൻ്റെ പകുതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. പല സ്ത്രീകളും അങ്ങനെ രക്ഷപ്പെടത്തില്ല. അവരുടെ കഴുത്തിൽ കെട്ടിയിട്ടേക്കുന്ന ആ ഒരു ചങ്ങല ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് വിഷയം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അല്ല പഠിപ്പിക്കേണ്ടത്. ഒന്നും സഹിക്കാൻ പഠിപ്പിക്കേണ്ട. നമുക്ക് നേരെ അനീതി ഉണ്ടായിക്കഴിഞ്ഞാൽ, അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാൻ തന്നെ പഠിപ്പിക്കുക. അത് പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും. പിന്നെ ആൺകുട്ടികളോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പെണ്ണെന്ന് പറയുന്നത് അവർക്ക് ഉപദ്രവിക്കാനുള്ള വസ്തുവല്ല, എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസ് ആണ്, എല്ലാ കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? മാതാപിതാക്കൾ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റണം. പിന്നെ പെൺകുട്ടികൾ ധൈര്യത്തോടു കൂടിയിട്ട് പ്രതികരിക്കാൻ തയ്യാറാകണം. ഏറ്റവും ഒടുവിൽ വേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാർ പേടിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ വരണം. ഈ 3 സിറ്റുവേഷനും ഉണ്ടാകാതെ ഈ ഒരു കാര്യം മാറ്റാൻ പറ്റത്തില്ല, തിരുത്താൻ പറ്റത്തില്ല. ഇതിങ്ങനെ തുടർന്ന് പൊക്കോണ്ടേയിരിക്കും.